ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സമ്പൂർണതയും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ മക്കളോടുകൂടി പ്രത്യേകമായി ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മക്കളുടെ വിവാഹം നടക്കാൻ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഓർത്ത് വേദനിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, മക്കൾക്ക് വിവാഹത്തോടുള്ള വിരക്തി മാറാൻ, അവർക്ക് വിവാഹ ജീവിതത്തോടുള്ള ഭയവും നെഗറ്റീവ് ചിന്താഗതികളും മാറാൻ, അല്ലെങ്കിൽ മനസ്സിൻ്റെ കാഠിന്യം മാറി ദൈവത്തിൻ്റെ വിവാഹമെന്ന വലിയ പദ്ധതിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കൂ. ഈ പ്രാർത്ഥനയിൽ ദൈവം അവരുടെ ഹൃദയം മൃദുവാക്കുകയും ശരിയായ വഴിയിൽ നയിക്കുന്നതിനും വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ നീക്കുന്നതിനും വിവാഹത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ, മറ്റ് സഹായങ്ങൾ കർത്താവിൽ നിന്ന് ലഭിക്കുന്നതിനും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹം നടക്കേണ്ട നിങ്ങളുടെ മകളുടെ മകൻ്റെ പേര് സഹിതം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഈ 2025 നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. വിവാഹം എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൂദാശ ജീവിതമാണ്. മനുഷ്യന് ഏറ്റവും നല്ല ജീവിതമാണ് കുടുംബ ജീവിതം. എന്നാൽ ഇന്ന് പലരും വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കുന്നു. അവരവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന ചിന്ത നമ്മുടെ യുവതിയുവാക്കളെ അലട്ടുന്നു. ഒരുപക്ഷെ സാമ്പത്തികമില്ലാത്തതുകൊണ്ടാകാം, ഒരുപക്ഷെ നല്ലൊരു ജോലി ഇല്ലാത്തതുകൊണ്ടാകാം, ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതിൻ്റെ ഫലമായാകാം, ഒരുപക്ഷെ കുടുംബത്തിൽ മാതാപിതാക്കൾ തമ്മിലുള്ള കലഹവും പോരും ശ്രദ്ധിച്ച് വേദനയിൽ നിസ്സഹായ അവസ്ഥയിൽ വളർന്നു വന്ന കുഞ്ഞുങ്ങളുടെ മനോഭാവമായിരിക്കാം. ഞങ്ങളുടെ മാതാപിതാക്കൾ വിവാഹം കഴിച്ചിട്ട് നല്ലൊരു ജീവിതം അവർക്ക് ജീവിക്കാൻ സാധിച്ചില്ല, പിന്നെ ഞങ്ങൾ എന്തിന് ഈ ഒരു പ്രയാസമേറിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്നും മക്കൾക്ക് കിട്ടിയ തെറ്റായ ആശയങ്ങളാകാം ഒരുപക്ഷെ അവരെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഏതായാലും ഇന്ന് നിങ്ങളുടെ മക്കളുടെ പേരുകൾ പ്രാർത്ഥിക്കാനുള്ള, വിവാഹത്തിനാഗ്രഹിക്കുന്ന മക്കളുടെ പേരുകൾ കമൻ്റ് സെഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് വിവാഹം നടക്കാൻ താമസിക്കുന്ന എല്ലാ യുവതിയുവാക്കൾക്കും ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. മക്കളുടെ വിവാഹം കർത്താവ് ആഗ്രഹിച്ച രീതിയിൽ അത് നടത്തിത്തരും. വിശ്വാസത്തോടെ നമ്മുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും
നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വേദനിക്കുന്ന മക്കളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വേദനിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നു കാണാൻ ആഗ്രഹിച്ച് അത് നടക്കാത്തത് കാരണം വേദനയിലും നിരാശയിലും കഴിയുന്ന മാതാപിതാക്കളെയും കർത്താവെ ഈ സമയം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ, അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അതുപോലെ ഉത്തമനായ ഭർത്താവിനെ കണ്ടെത്തുന്നവളും ഭാഗ്യവതി എന്ന് നീ കാണുന്നുവല്ലോ. കർത്താവെ, ഇന്ന് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ, എത്ര ആലോചനകൾ വന്നിട്ടും ഒന്നും നടക്കാതെ പോകുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം വിവാഹത്തെക്കുറിച്ച് നെഗറ്റീവ് ചിന്താഗതിയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതെ ആശയക്കുഴപ്പത്തിലും വിരക്തിയിലും നടക്കുന്നതായ ഞങ്ങളുടെ മക്കളെ നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, വിവാഹ ജീവിതത്തിനോട് എതിരെയുള്ള അവരുടെ കഠിനമായ മനസ്സിനെ നിനക്ക് ഞാൻ തരുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾ ഏത് കാരണം കൊണ്ടാണ് വിവാഹം വേണ്ടെന്ന് വെക്കുന്നതോ, വിവാഹം മാറ്റിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നതോ, വിവാഹ ജീവിതത്തോട് തന്നെ താല്പര്യമില്ലാത്തതോ, നീ അതറിയുന്നുവല്ലോ. ഈ പ്രാർത്ഥനയിലൂടെ നീ ആ കാരണത്തിന്മേൽ നീ അവർക്ക് സൗഖ്യം കൊടുക്കണമേ. ഒരുപക്ഷെ അവരുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ, വിവാഹിതരായ മാതാപിതാക്കളുടെ ജീവിതം കണ്ട് അവിടെ എപ്പോഴും കുടുംബ കലഹങ്ങളും അസമാധാനത്വവും, പരസ്പര ഐക്യതയില്ലാതെ, പരസ്പര ബഹുമാനമില്ലാതെ, പരസ്പരം അംഗീകാരമില്ലാതെ അമ്മയും അപ്പൻ്റെയും ജീവിതം കണ്ട് മനസ്സുമടുത്ത മക്കൾ, എങ്കിൽ വിവാഹ ജീവിതം തന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന മക്കൾ അനേകരുണ്ട്. കർത്താവേ, വിവാഹ ജീവിതത്തിൻ്റെ നെടുംതൂണായ ദൈവമേ, ഇന്ന് ഈ മക്കളുടെ മേൽ നീ കരുണയുണ്ടാകണമേ. ഒരു വിവാഹ ജീവിതം ഈ ലോകത്തിൽ വെച്ചും കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത്, വിവാഹ ജീവിതത്തിലൂടെ പരസ്പരം തെറ്റുകൾ കണ്ടെത്തുകയും അത് തിരുത്തുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്ത് കൂടുതൽ പക്വതയാർന്ന വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. കർത്താവേ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ല എങ്കിൽ അത് അതേപടിയിരിക്കും. അഴുകിയാലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വീണ്ടും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവേ, വിവാഹ ജീവിതത്തിന് താല്പര്യമില്ലാതെ ഏത് കാരണം കൊണ്ടാണ് അവർക്ക് താല്പര്യമില്ലാത്തത് എന്ന് നീ അവരുടെ മനസ്സിനെ അറിയുന്നുവല്ലോ. കർത്താവേ, വിവാഹത്തോട് താല്പര്യം കാണിക്കാത്ത യുവതി യുവാക്കളെ ഇന്ന് നീ സ്പർശിച്ച് അവരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറ്റി, അവരുടെ തെറ്റായ ബോധ്യങ്ങളെ തിരുത്തി, അവരുടെ തെറ്റായ കാഴ്ചപ്പാടുകളെ നീ സുഖപ്പെടുത്തി, അവരുടെ തെറ്റായ ചിന്തകളെ നീ തിരുത്തി വിവാഹ ജീവിതത്തിന് താല്പര്യം കാണിക്കാൻ ഈ സഹോദരീ സഹോദരങ്ങൾക്ക്, യുവതി യുവാക്കൾക്ക് അവരുടെ മനസ്സിനെ നീ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവേ, എസക്കിയേൽ പ്രവാചകനിലൂടെ നീ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ, ഞാൻ നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസളമായ ഹൃദയം നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ കർത്താവെ, ഇന്ന് വിവാഹത്തോട് വിരക്തി കാണിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ഒരു മാംസളമായ ഹൃദയം നൽകി വിവാഹ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ,
ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം കുടുംബ ജീവിതമാണ്. അത് വിവാഹമെന്ന കൂദാശയിലൂടെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ യുവാക്കളുടെ മേൽ നീ കരുണ തോന്നണമേ. വിവാഹം ഏറ്റവും ശ്രേഷ്ഠമായതായതുകൊണ്ട് കർത്താവേ, ഏറ്റവും ശ്രേഷ്ഠനായ നീ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കണമേ. അനാദി മുതലേ നീ കണ്ടുവച്ചിരിക്കുന്ന ആ ജീവിത പങ്കാളി ഏത് പ്രശ്നത്തിലും ഒരുപോലെ കൈപിടിച്ച് ജീവിത പങ്കാളിയോടൊപ്പം നിൽക്കുന്നവൾ എത്ര സഹനങ്ങൾ കടന്നുപോയാലും ദൈവം നൽകിയ ആ പങ്കാളിയെ ഉപേക്ഷിക്കാത്തവൾ ഇവരെ നീ അനാദി മുതലേ നോക്കി വെച്ചിട്ടുണ്ടല്ലോ. ഒരു പുരുഷൻ ഒരു സ്ത്രീയും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെയും കർത്താവെ ആദ്യം മുതൽ നീ തിരഞ്ഞെടുത്തല്ലോ. ഈ തിരഞ്ഞെടുപ്പ് പ്രകാരം ഇപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് നീ കൽപ്പിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ അവരായിരിക്കുന്ന സ്ഥലത്തു നിന്നും ഒരുമിച്ച് കൂട്ടി കർത്താവെ, വിവാഹമെന്ന കൂദാശയിലൂടെ അവരെ ഒരു പുതിയ കുടുംബ ജീവിതത്തിന് തയ്യാറാക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനു വേണ്ടി തയ്യാറാണ്, എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം, സൗന്ദര്യ പ്രശ്നങ്ങൾ കാരണം, പഴയകാല ഏതോ തെറ്റിൻ്റെ കുറ്റബോധം കാരണം വിവാഹം തന്നെ വേണ്ട എന്ന് വെക്കുന്ന അനേകരുണ്ട്. കർത്താവെ, ഇന്ന് ഈ മക്കൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ. തെറ്റുകൾ കർത്താവ് ക്ഷമിക്കും. കർത്താവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അവിടുന്ന് കാരുണ്യവാനാണ്. അവിടുന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കും. കർത്താവെ, ഇന്ന് സ്വയം കുറ്റപ്പെടുത്തി തൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത അനേകർ ഇന്ന് വിവാഹത്തിന് താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങൾ എളിമപ്പെടുക. നിങ്ങളുടെ തെറ്റുകൾ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചാൽ അത് മറ്റാർക്കും ക്ഷമിക്കപ്പെടാതിരിക്കാൻ കഴിയുകയില്ല. അതിനാൽ ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തി ഒരു നല്ല വിവാഹ ജീവിതത്തിനു വേണ്ടി നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കാൻ കർത്താവെ, ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടപെടണമേ. ഏതെങ്കിലും കാരണത്താൽ നിരാശയും തെറ്റായ ബന്ധങ്ങളും തെറ്റായ ചിന്തകളും ആത്മീയ തടസ്സങ്ങളും അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ ദൈവമേ, ഇന്ന് അതിനെ യേശു നാമത്തിൽ ഞാൻ മാറ്റിക്കളയുന്നു. കർത്താവെ, നിന്റെ ശക്തമായ കരത്താൽ സകല കെട്ടുകളും ബന്ധനങ്ങളും നീക്കി മുന്നോട്ടുള്ള അവരുടെ വഴി നേരെയാക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് നിന്നെ ഭയപ്പെട്ട് ജീവിക്കാൻ വിശ്വസ്തത നിറഞ്ഞ ദൈവഭക്തിയുള്ള അനുയോജ്യമായ പങ്കാളികളെ നീ ഒരുക്കി കൊടുക്കണമേ. കർത്താവെ, അവരുടെ ഭാവിയിലുള്ള വിവാഹ ജീവിതം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും ഒരു സാക്ഷ്യ ജീവിതമാക്കി മാറ്റണമേ. കർത്താവെ, വചനം പറയുന്നു, 2 പേർ ഒരുമിച്ച് നിന്നാൽ അത് നല്ലത്. അവർ വീണുപോയാൽ ഒരാൾ മറ്റേയാളെ എഴുന്നേൽപ്പിക്കും. കർത്താവെ, ഇതുപോലെ കുടുംബജീവിതത്തിൽ മാതാപിതാക്കൾ, ദമ്പതിമാർ ഒരുമിച്ച് നിന്ന് വീഴുന്ന ആളെ താങ്ങാൻ കെൽപ്പുള്ള മനസ്സോടുകൂടെ അവർ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് ജീവിക്കാൻ, മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തി അത് തിരുത്തി സമാധാനത്തിൽ ജീവിക്കുവാൻ, സന്തോഷത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ വിവാഹിതരായവരെയും വിവാഹം കഴിക്കാൻ പോകുന്ന മക്കളെയും ഇന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ പരസ്പരം ഒന്നായി നിന്നിൽ ആശ്രയിച്ച് നിന്റെ കൃപയാൽ ജീവിക്കാൻ കൃപ കൊടുക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് അദൃശ്യമായി തോന്നുന്ന മേഖലയിൽ കൂടി നീ പ്രവർത്തിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ വിവാഹത്തിൽ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. അവരുടെ വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാക്കി ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കണമേ. അവരുടെ മനസ്സിൽ സമാധാനവും വ്യക്തതയും നൽകി വിവാഹ ജീവിതത്തിൻ്റെ മനോഹാരിതയും ദിവ്യതയും മനസ്സിലാക്കി കൊടുത്ത് വിവാഹത്തിന് സമ്മതിക്കുന്നതിനും അതിനാവശ്യമായ എളിമയും ഹൃദയവിശുദ്ധിയും നൽകി
ഞങ്ങളുടെ യുവതി യുവാക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരേ മനസ്സോടെ ജീവിക്കാൻ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും സാധ്യമല്ല. എന്നാൽ ദൈവം ഞങ്ങളുടെ മധ്യേ ഉണ്ട് എങ്കിൽ, ദമ്പതിമാരുടെ മധ്യത്തിൽ ദൈവം ഉണ്ട് എങ്കിൽ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ദമ്പതിമാർക്ക് അത് ദൈവം തന്നെ ആ പുരുഷന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തും, ആ സ്ത്രീയുടെ ഹൃദയത്തെ വെളിപ്പെടുത്തി അവർ ഒരുമിച്ച് ജീവിക്കാൻ കർത്താവ് കൃപ നൽകും. അതിനാൽ ഇന്ന് വിവാഹിതരായവർക്കും വിവാഹിതരാകാൻ പോകുന്നവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വർഷത്തിനുള്ളിൽ, ഈ 2025 ഈ മക്കളുടെ വിവാഹം നീ നടത്തി കൊടുക്കണമേ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ആത്മീയ പക്വത നൽകി, ശാരീരിക വിശുദ്ധി നൽകി, മനസ്സിന് ധൈര്യം നൽകി, ഏത് അവസ്ഥയിലാണെങ്കിലും എൻ്റെ ദൈവം തരുന്ന വ്യക്തിയെ ഞാൻ സ്വീകരിക്കും എന്ന ഒരു ബോധ്യം നൽകി ഈ മക്കൾക്ക് വിവാഹത്തിന് താല്പര്യം കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ. ദൈവം കണ്ടുപിടിച്ച വ്യക്തിയായിരിക്കണം എൻ്റെ ജീവിത പങ്കാളി എന്നൊരു വാശി നൽകി, തെറ്റായ ഏതെങ്കിലും ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ ആ മക്കൾക്ക് കർത്താവെ നീ ഉൾബോധ്യം നൽകി അതിൽ നിന്ന് പിന്മാറ്റി ദൈവം തീരുമാനിച്ച ശരിയായ ബന്ധത്തിലേക്ക് അവരുടെ വിവാഹം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹിതരാകാൻ അനുവദിക്കാത്ത കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീർ നീ ഒപ്പണമേ. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് വിവാഹത്തെക്കുറിച്ചൊരു പുതിയ ബോധ്യം നൽകി. ദൈവം ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് വിവാഹ ജീവിതം. ദൈവം അംഗീകരിച്ചിരിക്കുന്ന ഒരു ജീവിതമാണ് വിവാഹ ജീവിതം. കർത്താവ് പറയുന്നു, മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന തുണയെ ഞാൻ നൽകും. കർത്താവെ, നിന്റെ ഈ വചനമനുസരിച്ച് ഞങ്ങളുടെ മകന്, ഞങ്ങളുടെ മകൾക്ക് നീ അനാദി മുതലേ വെച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ, ചേർന്ന ഇണയെ നീ നൽകി അനുഗ്രഹിക്കണമേ. അബ്രഹാമിന് സാറായെ കൊടുത്തതുപോലെ, ഇസഹാക്കിന് റെബേക്കായെ കൊടുത്തതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് നീ ഇന്ന് അവർക്കുചിതരായ ജീവിത പങ്കാളിയെ നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, വിവാഹത്തിനു വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ അവരുടെ സ്വപ്നങ്ങൾ നീ സാക്ഷാത്കരിച്ചു കൊടുക്കണമേ. വിവാഹിതരാകാനുള്ള ഹൃദയവിശാലത നൽകി ഞങ്ങളുടെ യുവതി യുവാക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹം അത് നടക്കേണ്ട സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് വിവാഹം നടക്കുന്നതിന് കർത്താവെ എന്ന് നിന്റെ സന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞ് ആ മക്കൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതിന് കൃപ കൊടുക്കണമേ. കർത്താവെ, നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിവാഹം ഞങ്ങളുടെ മക്കൾക്ക് നടക്കണം. അതിനാൽ ഇന്ന് ഈ ലോകത്തിൽ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവരുടെ സ്വപ്നങ്ങളെ നീ സാക്ഷാത്കരിച്ചു കൊടുക്കണമേ. കർത്താവായ ദൈവമേ, വിവാഹത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി അനുഗ്രഹിക്കണമേ. അതോടൊപ്പം വിവാഹത്തിനു വേണ്ടി ഒത്തിരി പേർ സാമ്പത്തികമായി ദുഃഖിക്കുമ്പോൾ അനാവശ്യമായ വിവാഹ ചടങ്ങുകൾ നടത്തി, ആഡംബര വിവാഹ ചടങ്ങുകൾ നടത്തി സമ്പത്ത് പാഴാക്കുന്നവർക്കും നീ കൃപ കൊടുക്കണമേ. അനാവശ്യമായി പണം ധൂർത്തടിച്ച് കളയാൻ നീ അവരെ അനുവദിക്കരുതേ. എന്തെന്നാൽ ഒത്തിരി പേർ വിവാഹിതരാകാൻ കൊതിക്കുന്നു, എന്നാൽ അവർക്കെല്ലാം ഉണ്ട്, പണമില്ല, അതുകൊണ്ട് അവർ വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു കൂട്ടർ വിവാഹത്തിനു വേണ്ടി കോടികൾ ചിലവഴിച്ച് ആർഭാടകം കാണിച്ച് ഒത്തിരി പേർ ആ കുടുംബ ജീവിതം തന്നെ തകർന്നു പോയ അവസ്ഥയുണ്ട്. അതിനാൽ കർത്താവെ, വിവാഹിതരാകുന്നവർക്ക് സമ്പത്ത് ദുരുപയോഗം ചെയ്യാതെ, സമ്പത്ത് അധികമുണ്ട് എങ്കിൽ അതില്ലാത്തവർക്ക്, വിവാഹം കഴിക്കാൻ സമ്പത്തില്ലാത്തവർക്ക് നിങ്ങളത് ദാനം ചെയ്ത് ആ സമ്പത്തിൻ്റെ ഒരു ഭാഗം അവരുടെ വിവാഹം നടത്താനും കൂടി ഉപയോഗിച്ച്
നിങ്ങൾ മറ്റുള്ളവരുടെ മക്കളുടെ വിവാഹം നടത്താൻ നിങ്ങൾ തയ്യാറായാൽ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി മാറും. അതിനാൽ വിവാഹ ചടങ്ങുകൾ ഒത്തിരി ആഡംബരമാക്കാതെ ആത്മീയ ആഡംബരത്തിനു വേണ്ടി നിങ്ങൾ തയ്യാറാകുക. ആത്മീയമായി പക്വത പ്രാപിക്കുക. വിവാഹിതരാകുന്ന മക്കളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആത്മീയമായി ഉയരാൻ ശ്രമിക്കുക. പണം കൊണ്ടല്ല നമ്മുടെ വിവാഹ ജീവിതം കൊഴുപ്പിക്കേണ്ടത്, ദൈവിക സമ്പത്ത് കൊണ്ടാണ്, ആത്മീയ അഭിഷേകം കൊണ്ടാണ്. ദൈവത്തിൻ്റെ കൃപാവരങ്ങളിൽ ആഡംബരം കാണിക്കുക. അവിടെയാണ് ഒരു ശാശ്വതമായ വിവാഹ ജീവിതം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ അനാവശ്യമായി പണം ദൂർത്തടിച്ച് വിവാഹം നടത്തുന്നവർക്ക് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒത്തിരി യുവാക്കൾ പണമില്ലാത്തത് കാരണം വിവാഹം നടക്കാതിരിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ മക്കൾക്ക് ചെലവാക്കുന്ന ഒരു ഭാഗം അവരുടെ വിവാഹത്തിനു വേണ്ടി നിങ്ങൾ ചെലവാക്കുക. അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മക്കളുടെ ജീവിത അവസാനം വരെ അവരുടെ കുടുംബ ജീവിതത്തിൽ ആ അനുഗ്രഹം ഉണ്ടായിരിക്കും. അതിനാൽ ഇന്ന് മാതാപിതാക്കളായ നാം ഓരോരുത്തരും അത് ശ്രദ്ധിക്കുവാൻ കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് കർത്താവായ ദൈവമേ, വിവാഹിതരായ ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിന് യോഗ്യത നൽകി, നിന്റെ പക്വതയും പാകതയും നൽകി, എളിമ നൽകി, ഒരു നല്ല ജീവിതം തുടങ്ങാനുള്ള കൃപാവരം നൽകി, വിവാഹ ജീവിതത്തിന് ആവശ്യമായ ദൈവിക കൃപ നൽകി. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗന്ദര്യ പ്രശ്നങ്ങൾ കാരണം വിവാഹിതരാകാൻ മടിക്കുന്നവർക്ക് കർത്താവേ, ഇന്ന് നിന്റെ സൗന്ദര്യം അവർക്ക് നൽകി അവരുടെ മനസ്സിൻ്റെ സൗന്ദര്യം എടുത്തു കാണിക്കണമേ. കർത്താവേ, അവരുടെ മനസ്സിന് എത്രയോ സൗന്ദര്യമുണ്ട്, എത്രയോ മനോഹാരിതയുണ്ട്. അതിനാൽ ശരീരത്തിൻ്റെ സൗന്ദര്യം നോക്കാതെ മനസ്സിൻ്റെ സൗന്ദര്യം നോക്കി പരസ്പരം വിവാഹിതരാകാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ യുവാക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹം എന്നത് ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായ ജീവിതമാകയാൽ വിവാഹത്തിന് എല്ലാ തടസ്സങ്ങളും മാറ്റി നല്ലൊരു വിവാഹ ജീവിതം ജീവിക്കാൻ നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ യുവാക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിവാഹത്തോടുള്ള വിരക്തി മാറ്റി, അവരുടെ സ്വാതന്ത്ര്യം നഷ്ടമാകുമോ എന്ന ഭയം മാറ്റി, വിവാഹ ജീവിതത്തെ ഭയപ്പെടുന്ന എല്ലാ മക്കൾക്കും ദൈവമേ, നിന്നിൽ ആഴപ്പെട്ട വിശ്വസിക്കുവാനുള്ള ശക്തി നൽകി. എന്തു വന്നാലും എൻ്റെ കർത്താവ് കൂടെയുണ്ട്. ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരുവളുടെ കൈ പിടിച്ചു ചേർക്കുന്ന കർത്താവ് ജീവിത അവസാനം വരെ നിന്റെ കൂടെയുണ്ടാകും എന്ന ബോധ്യത്തിൽ നീ വിവാഹിതയാകുക. കർത്താവാണ് ജീവിത അവസാനം വരെ നിന്നെ നയിക്കുന്നത്. നിന്റെ കുടുംബ ജീവിതത്തിൽ കർത്താവ് കൂടെയുണ്ടാകും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. കുടുംബജീവിതം നയിക്കാനുള്ള കൃപ നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ സൗന്ദര്യമോ ശരീരവടിവോ നോക്കിയല്ല വിവാഹത്തിന് സമ്മതിക്കേണ്ടത്. നിന്റെ ഹൃദയത്തിൻ്റെ മനോഹാരിതയാണ് വിവാഹത്തിന് ഏറ്റവും ആവശ്യമായത്. നിന്റെ ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധമാണ് വിവാഹ ജീവിതത്തിന് മാറ്റുകൂട്ടുന്നത്. അതിനാൽ നീ ദൈവത്തിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. നിന്റെ വിവാഹ ജീവിതം ഏറ്റവും മാധുര്യമുള്ളതായിരിക്കും. കർത്താവ് നൽകുന്ന ഇണയെ നീ സ്വീകരിക്കാൻ തയ്യാറാകുക. കർത്താവെ, നീ എന്തെനിക്ക് തന്നാലും ഞാൻ അത് സ്വീകരിക്കും. എന്തെന്നാൽ നല്ലവനായ ദൈവം തരുന്നത് അത് നല്ലത് തന്നെ ആയിരിക്കും. അതിനാൽ കർത്താവ് നമ്മുടെ മക്കളുടെ വിവാഹത്തെ ആശീർവദിക്കട്ടെ. അവർക്ക് ചേർന്ന ജീവിത പങ്കാളിയെ നൽകി ദൈവത്തിൻ്റെ സമയത്ത് കൃത്യമായി കർത്താവ് വിവാഹം നടത്തി നല്ലൊരു കുടുംബ ജീവിതത്തിന് അടിസ്ഥാനമിട്ട് നിങ്ങളുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനുള്ള എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നീ എല്ലാമായി വാഴണമേ. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിന്, ദാമ്പത്യ ജീവിതത്തിന്
ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് അവരുടെ വിവാഹ ജീവിതത്തിൽ മാറ്റുകൂട്ടുന്നതിന് ദൈവീകമായ കൃപകൾ നൽകി, അനുഗ്രഹം നൽകി അവരുടെ വിവാഹ ജീവിതത്തെ നീ വീണ്ടും ആശീർവദിച്ച് ഒന്നിപ്പിക്കണമേ. വിവാഹം വേർപെടുത്താൻ നിൽക്കുന്ന ദമ്പതിമാർക്ക് കർത്താവേ, നീ അവർക്ക് കൃപ കൊടുക്കണമേ. ഒന്നിച്ച് ജീവിക്കാൻ, ഒന്നിച്ച് താഴ്മയോടെ, പരസ്പരം വിനയത്തോടെ, പരസ്പരം ബഹുമാനത്തോടെ ഒരുമിച്ച് കഴിയാനുള്ള കൃപ വീണ്ടും നീ കൊടുക്കണമേ. എന്നാൽ ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ വേർപെടുത്തുന്നത് നല്ലതല്ല എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അതിനാൽ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവെ, വിവാഹബന്ധം വേർപെടുത്താതെ നീ അവരുടെ മധ്യേ നിന്ന് അവരെ വീണ്ടും കൈപിടിച്ച് ഒന്നിപ്പിച്ച് ചേർത്ത് ഒരു നല്ല കുടുംബജീവിതം നയിക്കുവാൻ വീണ്ടും അവർക്ക് കൃപ കൊടുക്കണമേ. കഴിഞ്ഞ കാലത്തെ പരാതികളും പരാധീനതകളും പരിഭവങ്ങളും മറന്ന് പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും പരസ്പരം ഉൾക്കൊണ്ടും അവർ ഒന്നിച്ച് ജീവിക്കുന്നതിന് നീ വിവാഹിതരായ എല്ലാവരെയും ഈ സമയം ഈ പ്രാർത്ഥനയിലൂടെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ നീ കണ്ട് ഇപ്പോൾ അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ വിവാഹ ജീവിതത്തിനുള്ള എല്ലാ തടസ്സങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ ഇവരുടെ മേൽ ഒഴുക്കണമേ. എല്ലാ വിവാഹിതർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന ഓരോരുത്തർക്കും കർത്താവേ, നിന്റെ മധ്യസ്ഥതയിൽ അവർ ജീവിക്കുന്നതിന് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ വിവാഹം യഥാകാലം നടത്തി കൊടുക്കുന്ന കർത്താവേ, അങ്ങേക്കെല്ലാ മഹത്വവും സ്തുതിയും ആരാധനയും നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്കും വിവാഹ ജീവിതം ഭയപ്പെടുന്നവർക്കും നേരത്തെ തന്നെ വിവാഹിതരായിരിക്കുന്നവർക്കും നല്ലൊരു കുടുംബജീവിതത്തിന് അടിത്തറയിടാൻ മാതാവേ, നിന്റെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും ദമ്പതിമാർക്കു വേണ്ടിയും യുവതി യുവാക്കൾക്കു വേണ്ടിയും വിവാഹപ്രായം കഴിഞ്ഞ മക്കൾക്കു വേണ്ടിയും മാതാവേ, നീ ശക്തമായി പ്രാർത്ഥിക്കണമേ എന്നും ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വിവാഹമെന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ യുവതി യുവാക്കളെ അനുഗ്രഹിക്കട്ടെ. വിവാഹ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന എല്ലാവർക്കും വിവാഹം നടത്താൻ, വിവാഹം എന്ന ജീവിതത്തിലേക്ക് കടക്കാനുള്ള ദൈവീക കൃപാവരങ്ങളാൽ
അവർ ഓരോരുത്തരും നിറയട്ടെ. ഒപ്പം വിവാഹ ജീവിതം നയിക്കുന്നവർക്ക് വീണ്ടും ദൈവകൃപയാൽ അവർ നിറയട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിവാഹ ജീവിതം നയിക്കാൻ എല്ലാ കുടുംബങ്ങൾക്കും ദമ്പതിമാർക്കും വേണ്ടി കർത്താവ് ഇന്ന് വലിയ കൃപകൾ നൽകി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലേക്കും യുവതി യുവജനങ്ങളിലേക്കും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന സാധിക്കുന്നവരെല്ലാവരും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ.